ഈ പഞ്ചായത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടം വിതച്ചിരുന്നു? തീർച്ചയായും ഇന്നലെ വൈകുന്നേരത്ത് ഉണ്ടായ ചുഴലിക്കാറ്റിലാണ് ഈ നാശനഷ്ടം വലിയ രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. 5-ാം വാർഡിൽ തന്നെ 3 വീടുകളാണ് നാശനഷ്ടത്തിൽ പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെയുള്ള നമ്മുടെ ദേവയാനി കണ്ണങ്കേരി വിധവയായ സ്ത്രീയും മകനും കുട്ടികളും ഭാര്യ അടങ്ങുന്ന കുടുംബമാണ്. പാടശേഖരത്തിന് നടുക്കാണ്. വളരെ ദുഷ്കൃതമായ രീതിയിലുള്ള ജീവിത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ ചുഴലിക്കാറ്റിൽ വീടിൻ്റെ മേൽക്കൂരയും ഷേഡുകളും എല്ലാം പൂർണ്ണമായി തകർന്നു. മേൽക്കൂര നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപത്തുള്ള പാടശേഖരത്തിന് നടുക്ക് കൊണ്ട് ഇട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ശക്തമായ കാറ്റായിരുന്നു, ശക്തമായ ചുഴലിക്കാറ്റാണ് ഉണ്ടായത്. അതുപോലെ തന്നെ റോഡിലൂടെ പോയ ഓട്ടോറിക്ഷ ഇന്നലെ തന്നെ മറിഞ്ഞ് മെയിൻ റോഡിലൂടെ പോയ വണ്ടിയാണ് മറിഞ്ഞ് കണ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ടടുത്ത പ്രദേശം ലളിതമ്മ പാറക്കാട്ടുചിറയുടെ വീടിൻ്റെ മേൽക്കൂര തകർന്നു. പിത്തോട്ടിൽ ചിറ പ്രകാശൻ്റെ വീട്ടിൽ മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ ഈ പ്രദേശത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാറ്റ് വന്നപ്പോൾ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നുവെന്ന് വീട്ടുകാരോട് തന്നെ നമുക്ക് ചോദിച്ചാൽ അവർ കുറെ കൂടി അതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പറയും. അമ്മച്ചു വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. എന്തായിരുന്നു ഇന്നലത്തെ ഒരു സാഹചര്യം? ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല. അന്നേരം ഷാജി പറഞ്ഞു ഇങ്ങോട്ട് കയറിക്കോ അമ്മയെന്ന് പറഞ്ഞു തീർന്നില്ല. പിന്നെ എന്നാ സംഭവിച്ചെന്ന് പോലും ഞങ്ങൾക്കറിയാൻ മേല. നോക്കുമ്പോൾ പേരെ അവിടെ പോയി കിടക്കുന്ന ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ 4 അതിനകത്ത് നിന്ന് നനയുമായിരുന്നു. ശക്തമായ കാറ്റായിരുന്നു അല്ലേ? ശക്തമായ കാറ്റെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് ഓടിച്ചോണ്ട് പോകുമായിരുന്നു. അതുപോലത്തെ കാറ്റായിരുന്നു. കാറ്റത്ത് ഈ മേൽക്കൂര പറന്നു പോകുമ്പോൾ ഇവിടെ കയറി നിൽക്കാൻ പോലും മറ്റു വീടുകൾ ഉണ്ടായിരുന്നില്ല. കയറി നിൽക്കാൻ ഒരിടവും ഇല്ല. ഞങ്ങൾ 4 അതിനകത്ത് നിന്ന് നനയുമായിരുന്നു. പിന്നെ അയൽവാസികൾ വന്നോ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിന്ന്? പിന്നെ 4 വശത്തോട്ടും വിളിച്ചപ്പോൾ അവരെല്ലാം വന്നാൽ ഞങ്ങൾ ഇതെല്ലാം അവരാ മൂടിയത് മൊത്തം നനഞ്ഞെല്ലാം ഇരിക്കുക. വീട്ടുപകരണങ്ങളും വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇല്ല. TV ഒക്കെ പറിച്ചെടുത്തോണ്ട് പോണ പോലെയാണ് പോയി കൊണ്ടുപോയിട്ടിരിക്കുന്നത്. എല്ലാ സാധനവും അതുപോലെ നശിച്ച്. എന്തായിരുന്നു ചേച്ചി അവസ്ഥ? ഞാൻ ഒരു ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുക. ഞാൻ ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറയുമായിരുന്നു പെര മൊത്തം പോയെന്ന്. അവിടെ ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാം പോയി കിടക്കുക. ഞങ്ങൾ ഇട്ട ഈ ഡ്രസ്സുകളല്ലാതെ ഒരു സാധനം ഞങ്ങൾക്കില്ല, മൊത്തം പോയി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പുസ്തകം പോലും ഇല്ല കിട്ടാൻ. എനിക്കൊന്നും പറയാനില്ല. ചേട്ടൻ ഇന്നലെ ഈ സംഭവ സമയത്തുണ്ടായിരുന്നു. എന്തായിരുന്നു സാഹചര്യം? ഞാൻ ഇവിടെ അടുക്കള പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു മൂളിച്ച മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാൻ ഇവരോട് അന്നേരം പറഞ്ഞ് അകത്ത് കയറുന്നു പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ മേൽക്കൂര മേളിൽ കിടന്ന് കറങ്ങുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ മൊത്തം എൻ്റെ സമ്മതം അന്നേരം പോയി. ആ മൊത്തം ഞാൻ നിന്ന് നനയുമായിരുന്നു. തിന്നു കഴിഞ്ഞ് എനിക്ക് എന്നാ ചെയ്യണമെന്ന് പോലും അറിയാൻ മേലത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വിളിച്ച് ഫോൺ ചെയ്ത് അയൽവക്കക്കാരെയൊക്കെ വിളിച്ച് വരുത്തിയത്. എല്ലാവരും വരികയായിരുന്നു, വന്ന് സഹായിക്കുമായിരുന്നു അന്നേരം. പിന്നെ ഞങ്ങൾ അന്നേരം ഇവിടുന്ന് മാറ്റുമായിരുന്നു എല്ലാവരും കൂടി. ഇതാണ് ജംഷാദ്, കേൾക്കുമ്പോൾ നമുക്ക് പോലും സങ്കടം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സാറേ, സമാനമായ സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. ഇതിലൊരു 2 സ്ഥലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാത്തിനും ഇവിടെ റിപ്പോർട്ട് കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് അപേക്ഷ മേടിച്ചിട്ട് അത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിൻ്റെ നാശനഷ്ടം തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുത്തിട്ട് അവർ തിട്ടപ്പെടുത്തി കിട്ടിയ ശേഷം അത് താലൂക്ക് ഓഫീസിലേക്ക് തഹസിൽദാർക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും.